ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി യുകെയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ സഹകരണ നയം 2025 കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും. ഇന്ത്യയും ഇസ്രായേലും തമ്മിലെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താൻ ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ ധാരണ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി.എസ്. അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം. ഇന്ന് കർക്കിടകവാവ്. കേരളത്തിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ചടങ്ങുകൾ തുടരുന്നു. ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ചെക്കേഴ്സിലാണ് ചർച്ചകൾ. പ്രതിരോധം, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലയിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കും. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടീഷ് വാണിജ്യമന്ത്രി ജോണതൻ റെയ്നോൾഡ്സും ഇരു പ്രധാനമന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കും. തുടർന്ന് ശ്രീ മോദി ചാൾസ് മൂന്നാമനെയും സന്ദർശിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രി യുകെയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. വിദേശ പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ മാൽദീവ്സിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമായി കൂടിക്കാഴ്ച നടത്തും. ശനിയാഴ്ച മാൽദീവ്സിന്റെ 60ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയാകും. അടുത്ത 2 ദശകങ്ങളിൽ ഇന്ത്യയുടെ സഹകരണ പ്രസ്ഥാനത്തിന് കുതിപ്പ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന ദേശീയ സഹകരണ നയം 2025 കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും. മേഖലയെ ആധുനികവൽക്കരിക്കുകയും സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന ദർശനവുമായി യോജിപ്പിക്കുകയുമാണ് ലക്ഷ്യം. സഹകരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അടിസ്ഥാന ചട്ടക്കൂട് നൽകുന്ന ആദ്യ ദേശീയ സഹകരണ നയം 2002ലാണ് അവതരിപ്പിച്ചത്. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു അധ്യക്ഷനായ 48 അംഗ സമിതിയാണ് പുതിയ നയം തയ്യാറാക്കിയത്. വർഷകാല സമ്മേളനത്തിന്റെ 3ാം ദിനമായ ഇന്നലെയും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും മറ്റ് വിഷയങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളിലും പ്രതിഷേധമുയർത്തി. പ്രതിഷേധം രൂക്ഷമായതോടെ ഇരുസഭകളും നടപടിക്രമങ്ങൾ നിർത്തിവച്ച് പിരിയുകയായിരുന്നു. രാജ്യത്തെ ആകാശവാണി, ദൂരദർശൻ കേന്ദ്രങ്ങളുടെ നവീകരണത്തിനും വിപുലീകരണത്തിനുമുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. പ്രക്ഷേപണ ഉപകരണങ്ങളുടെ ഡിജിറ്റലൈസേഷനും നവീകരണവും, സ്റ്റുഡിയോ, ട്രാൻസ്മിറ്റർ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണം, പുതിയ സാങ്കേതികവിദ്യയുടെ ഉപയോഗം തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. ഉയർന്ന നിലവാരമുള്ള വാർത്തകളും മൾട്ടിമീഡിയ ഉള്ളടക്കവും സൌജന്യമായി ലഭിക്കുന്നതിനായി രാജ്യത്തെ എല്ലാ പത്രങ്ങളെയും ദൃശ്യമാധ്യമങ്ങളെയും പുതിയ ന്യൂസ് വയർ പ്ലാറ്റ്ഫോമായ PB ശബ്ദിൽ രജിസ്റ്റർ ചെയ്യാൻ പ്രസാർ ഭാരതി ക്ഷണിച്ചു. ആധികാരികവും വിശ്വസനീയവുമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് ജജ്ജു പറഞ്ഞു. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ്. UN സുരക്ഷാ സമിതിയുടെ ത്രൈമാസ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The WHO estimates that around 95% of all hospitals in Gaza are damaged or destroyed. The Office of the High Commissioner for Human Rights reports that more than 650,000 children have had no schooling for over 20 months. The way ahead is clear, and India has been consistent in this regard. The ongoing human suffering must not be allowed to continue. Humanitarian assistance needs to be facilitated in a safe, sustained and timely manner. There is no substitute to peace. A ceasefire must be put in place. ന്യൂഡൽഹിയിൽ നടന്ന 34ാമത് ഇന്ത്യ ചൈന അതിർത്തികാര്യ സമിതി യോഗത്തിൽ അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. കിഴക്കൻ ഏഷ്യ ജോയിന്റ് സെക്രട്ടറി ഗൌരംലാൽ ദാസ് നയിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികളുമായി ചർച്ച നടത്തി. നയതന്ത്ര സൈനിക തല ബന്ധവും അതിർത്തി മേഖലയിൽ നടക്കാറുള്ള കൈമാറ്റങ്ങളും തുടരാൻ ധാരണയായി.
5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് പൌരന്മാർക്കുള്ള ടൂറിസ്റ്റ് വിസ ഇന്ത്യ പുനരാരംഭിച്ചു. ഓൺലൈൻ അപേക്ഷയും ആവശ്യമായ രേഖകളും ബെയ്ജിംഗ്, ഷാങ്ഹായ്, ഗ്വാങ്ഷോ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ വിസ അപേക്ഷ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിക്കാവുന്നതാണെന്ന് ബീജിംഗിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 2020 ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് മോശമായ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ തീരുമാനം. ദീർഘകാല കാഴ്ചപ്പാടോടെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ധാരണ. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അമീർ ബരാരോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ഇസ്രായേൽ അപലപിക്കുകയും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 124-ാം പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലും നാളെ വരെ ആശയങ്ങൾ അറിയിക്കാവുന്നതാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് വിടചൊല്ലി കേരളം. VSന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടന്നു. 4 മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരുന്നത് എങ്കിലും ജനത്തിരക്ക് കാരണം രാത്രിയാണ് നടന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 29 മണിക്കൂർ കൊണ്ട് വിലാപയാത്ര പുന്നപ്പറയിലെ VSന്റെ വസതിയിലെത്തുമ്പോൾ ജനസാഗരമാണ് പാതയോരങ്ങളിൽ കാത്തുനിന്ന് ജനകീയ നേതാവിന് യാത്രാമൊഴി ചൊല്ലിയത്. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടങ്ങൾ നയിച്ച VS ഇനി ഉജ്ജ്വല സ്മരണ. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ വലിയ പങ്കുവഹിച്ച മഹാരഥന്മാരിൽ ഒരാളാണ് VS അച്യുതാനന്ദനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്കാരത്തിന് ശേഷം ചേർന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ പറഞ്ഞു. ഇന്ന് കർക്കിടകവാവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ പിതൃമോക്ഷം തേടി ആയിരങ്ങളാണ് ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ഇതോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ നിന്നും KSRTC പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. കേരളത്തിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ ആലുവ മണപ്പുറം, പെരുമ്പാവൂർ ചേലാമറ്റം, തൃക്കണ്ണാട്, വയനാട് തിരുനെല്ലി, വർക്കല പാപനാശം, അരുവിക്കര, തിരുവല്ലം, ശംഖുമുഖം, തിരുമുല്ലവാരം, പമ്പ ത്രിവേണി തുടങ്ങിയ ഇടങ്ങളിൽ പിതൃതർപ്പണ കർമ്മങ്ങൾ തുടരുന്നു. പത്തനംതിട്ടയിൽ പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിൽ ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ പുലർച്ചെ 2-ന് ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ദേവസ്വം അംഗീകരിച്ച 16 കർമ്മികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ പിതൃതർപ്പണ കർമ്മങ്ങൾ നടത്താനായി വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഇന്ന് ഉച്ചവരെ കർമ്മങ്ങൾ തുടരും. ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചടങ്ങുകൾ സുഗമമായി നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്ന സാഹചര്യവും ശക്തമായ ഒഴുക്കും കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കർക്കിടകവാവിനോടനുബന്ധിച്ച് ബലിതർപ്പണത്തിനായി കണ്ണൂരിലെ ക്ഷേത്രങ്ങളിലും തർപ്പണ കേന്ദ്രങ്ങളിലും വൻ തിരക്ക്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പിതൃമോക്ഷ പുണ്യം നേടുന്നതിനുള്ള ബലിതർപ്പണ ചടങ്ങുകൾ അതിരാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. പ്രസിദ്ധമായ വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിലെ ബലികർമ്മങ്ങൾ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചു. കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറം, തൊടിയിൽ കടപ്പുറം, ബേപ്പൂർ, ഗോദീശ്വര ബീച്ച് എന്നിവിടങ്ങളിലും ബലികർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. കണ്ണൂർ ഇക്കരെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 5 മണി മുതൽ ബലികർമ്മങ്ങൾ ആരംഭിച്ചു. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ സ്ഥാനമുറപ്പിച്ച് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്. സെമി ഫൈനലിന്റെ 2ാം ഗെയിമിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ദിവ്യ ഫൈനലിൽ എത്തിയത്. ഇതോടെ ഫിഡെ വനിതാ ലോകകപ്പിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി 19-കാരിയായ ദിവ്യ. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി UKയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ സഹകരണ നയം 2025 കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും. ഇന്ത്യയും ഇസ്രായേലും തമ്മിലെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താൻ ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ ധാരണ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം.
ഇന്ന് കർക്കിടകവാവ്. കേരളത്തിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ചടങ്ങുകൾ തുടരുന്നു. ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.